Question 16. What does Dr. Saul object to? അതായത് നമ്മുടെ ഈ ഡോക്ടർ സോൾ എന്തിനെയാണ് എതിർക്കുന്നത്? നമുക്ക് പാരഗ്രാഫിലേക്ക് പോകാം. This brings us to the issue of the addictive nature of ADHD medication. ഇത് ഒരു പുതിയ പ്രശ്നം നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നു. അതെന്താണ്? ഈ ADHD മെഡിക്കേഷന്റെ അഡിക്റ്റീവ് നേച്ചർ. അഡിക്റ്റീവ് എന്ന് പറയുമ്പോൾ addictive nature. Dr. Saul assert ചെയ്യുന്നു, അദ്ദേഹം കുറച്ചുകൂടി ഊന്നി പറയുന്ന ഒരു കാര്യം, അഡിക്ഷൻ ടു സ്റ്റിമുലന്റ് മെഡിക്കേഷൻ ഈസ് ഇൻ റെയർ, ഇറ്റ്സ് കോമൺ. അതായത് ഒരു സ്റ്റിമുലന്റ് മെഡിക്കേഷനോട് നമുക്കുണ്ടാകുന്ന ഒരു അഡിക്ഷൻ, അല്ലെങ്കിൽ ആ പേഷ്യന്റിന് അല്ലെങ്കിൽ കഴിക്കുന്ന ആൾക്കുണ്ടാകുന്ന അഡിക്ഷൻ എന്ന് പറയുന്നത് ഈസ് ഇൻ റെയർ, അതത്ര വിരളമായ കാര്യമൊന്നുമില്ല, ഇറ്റ്സ് കോമൺ, അതൊരു സാധാരണ കാരണം. അത് അദ്ദേഹം വിശദീകരിക്കുകയാണ്. Just observe the many patients periodically seeking an increased dosage as their power of concentration diminish. Just observe. നമ്മളൊന്ന് നിരീക്ഷിച്ചു കഴിഞ്ഞാൽ we can find out that many patients periodically, ഒരുപാട് പേഷ്യൻസ് കാലക്രമേണ seeking an increased dosage of their dosage, അതായത് അവരുടെ ആ ഒരു കഴിക്കുന്ന ഡോസേജ് കാലക്രമേണ ഇൻക്രീസ് ചെയ്യിക്കുന്നത്, കൂടി വർദ്ധിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതിന്റെ കാരണം എന്താണ്? ആസ് ദെയർ പവർ ഓഫ് കോൺസെൻട്രേഷൻ ഡിമിനിഷ്, അവരുടെ ശ്രദ്ധ ചെലുത്താനായിട്ടുള്ള അല്ലെങ്കിൽ ശ്രദ്ധിക്കാനായിട്ടുള്ള ആ ഒരു കഴിവ് കുറയുന്നതിന്റെ ഭാഗമാണ്. ഡിമിനിഷ് മീൻസ് കുറയുന്നതിന്റെ ഭാഗമായിട്ട് ശ്രദ്ധ കൂട്ടാനായിട്ട് അവരെന്ത് ചെയ്യുന്നു? അവർ കഴിക്കുന്ന മരുന്നുകളുടെ അളവ് കൂട്ടുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. This is because ഇതിന് കാരണം the body stops producing the appropriate level of neurotransmitters that ADHD drug replace, a trademark of addictive substance. അപ്പം ഈ പേഷ്യൻസ് അവർ കഴിക്കുന്ന മെഡിക്കേഷന്റെ അളവ് കൂട്ടാനായിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോഡി സ്റ്റോപ്സ്, നമ്മുടെ ശരീരം നിർത്തുന്നു. എന്ത് നിർത്തുന്നു? പ്രൊഡ്യൂസിങ് അപ്രോപ്രിയേറ്റ് ലെവൽ ഓഫ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ദാറ്റ് ADHD ഡ്രഗ് റീപ്ലേസ്. നമ്മൾ ADHDക്കുള്ള മരുന്നുകൾ കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ ഈ ADHD മരുന്ന് റീപ്ലേസ് ചെയ്യുന്നു, അല്ലെങ്കിൽ അവിടെ നിന്ന് ഇല്ലാതാക്കുന്നു, നശിപ്പിക്കുന്നു. അപ്പം നോർമൽ നമ്മുടെ ശരീരം ചെയ്യുന്ന എന്താണ്? ഏതെങ്കിലും ഒരു സെൽസോ എന്തെങ്കിലും നശിച്ചു പോവുകയോ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ബോഡി എന്ത് ചെയ്യും? അതിനെ റീപ്രൊഡ്യൂസ് ചെയ്യും. ബോഡി തന്നെ വീണ്ടും അതിനെ ഉണ്ടാക്കി അവിടെ നിലനിർത്താനായിട്ട്. അപ്പൊ ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? ഈ ADHD മെഡിക്കേഷൻ റീപ്ലേസ് ചെയ്യുന്ന ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ വീണ്ടും പ്രൊഡ്യൂസ് ചെയ്ത് ആ ലെവലിലേക്ക് കൊണ്ടുവരുന്ന ആ ഒരു പ്രക്രിയ ബോഡി നിർത്തും. എ ട്രേഡ് മാർക്ക് ഓഫ് അഡിക്റ്റീവ് സബ്സ്റ്റൻസ്. ഇതാണ് ശരിക്കും പറഞ്ഞാൽ അഡിക്റ്റീവ് സബ്സ്റ്റൻസിന്റെ ട്രേഡ് മാർക്ക്, അതിന്റെ മുഖമുദ്ര എന്ന് പറയുന്നത്. കാരണം അത് നമ്മുടെ ശരീരത്തിലെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കും. കാലക്രമേണ ബോഡി ആ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ പ്രൊഡ്യൂസ് ചെയ്ത് നിർത്തും. അപ്പോ ഓട്ടോമാറ്റിക്കലി നമ്മൾ കഴിക്കുന്ന മരുന്നുകളുടെ അളവ് കൂട്ടിയെങ്കിൽ മാത്രമേ നമ്മൾക്ക് ആ ഗുണം കിട്ടുകയുള്ളൂ. Much has been seen written about the staggering increase of overdose and abuse of prescription painkillers in USA. But the abuse of drugs used to treat ADHD is no less a threat. Much has been written about the staggering increase in opioid overdose. അതായത് ഒപ്പോയിഡ് ഓവർഡോസിനെ പറ്റിയും അബ്യൂസ് ഓഫ് പ്രിസ്ക്രിപ്ഷൻ പെയിൻ കില്ലേഴ്സ്, ഇത് രണ്ടും USA നടക്കുന്നത്. USA അമിതമായ ഒപ്പോയിഡ് ഉപയോഗത്തെ പറ്റിയും പ്രിസ്ക്രൈബ്ഡ് പെയിൻ കില്ലേഴ്സിന്റെ ഉപയോഗത്തെ പറ്റി നമ്മൾ ഒരുപാട് എഴുതിയിട്ടുണ്ട്. അതിങ്ങനെ വലിയ തോതിൽ സ്ട്രാജറിങ് ഇങ്ങനെ സംഭവിക്കുന്നു, വലിയ തോതിൽ വർദ്ധിക്കുന്ന ഒരുപാട് ലേഖനങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ബട്ട് എന്നിരുന്നാലും the abuse of drugs used to treat ADHD is no less a threat. അതായത് ADHD ചികിത്സയ്ക്കായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മരുന്നുകളുടെ അബ്യൂസ്, അതായത് നിയമപരമല്ലാത്ത ഉപയോഗം എന്താണ്? അതൊരു ത്രെറ്റ് തന്നെയാണ്, ഭീഷണി തന്നെയാണ്. While opioids are more lethal than prescription stimulants, ഈ പ്രിസ്ക്രൈബ്ഡ് സ്റ്റിമുലൻസിനേക്കാളും അപകടകാരി ശരിക്കും പറഞ്ഞാൽ opioids തന്നെയാണ്. എന്നിരുന്നാലും there are parallels between the opioid epidemic and the increase in problem tied to stimulants. അതായത് ഒപ്പോയിഡ് എപ്പിഡമിക് കൊണ്ട് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതുപോലെ സമാന്തരമായിട്ട് പോകുന്ന പ്രശ്നങ്ങൾ തന്നെയാണ് എന്തുള്ളത്? ADHD മരുന്നുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. ക്ലിയർ? ഇൻ ദ ഫോമർ, ആദ്യത്തേതിൽ, അതായത് ഒപ്പോയിഡിനകത്ത്
Users switch from prescription narcotics to heroin and illicit fentanyl. ഇപ്പം ഈ ഒപ്പോയിഡ് ഉപയോഗിക്കുന്ന ആളുകൾ ആദ്യം അവർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഒപ്പോയിഡ്സ് കഴിക്കുന്നു, നക്കോട്ടിക്സ് കഴിക്കുന്നു, അത് കഴിഞ്ഞ് ഹെറോയിനിലേക്ക് മാറുന്നു, അത് കഴിഞ്ഞ് നിയമവിരുദ്ധമായ ഫെന്റനൈലിലേക്കൊക്കെ മാറും. ഓക്കെ, വിത്ത് ADHD ഡ്രഗ്സ്, ഇനിയിപ്പം ADHD മരുന്ന് കഴിക്കുന്ന ആളുകളാണെങ്കിൽ പേഷ്യൻസ് ആർ സ്വിച്ചിങ് ഫ്രം ലീഗലി പ്രിസ്ക്രൈബ്ഡ് സ്റ്റിമുലൻസ് ടു ഇലിസിറ്റ്സ് വൺ സച്ച് ആസ് മെത്താമെഫറ്റൈൻ ആൻഡ് കൊക്കെയിൻ. അപ്പം ആദ്യം അവർ പേഷ്യന്റിന് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന സ്റ്റിമുലൻസ് കഴിക്കും, പിന്നെ ഇല്ലീഗൽ ആയിട്ടുള്ള കൊക്കെയിൻ പോലുള്ള മരുന്നുകൾ, ഐ മീൻ ഡ്രഗ്സിലേക്ക് അവർ ഓട്ടോമാറ്റിക്കലി മാറും. The medication is particularly prone to abuse because people feel it improves their lives. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ട് ആളുകൾ ഇത് ഇങ്ങനെ ദുരുപയോഗം ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മരുന്നുകൾ അവരുടെ ജീവിതത്തിനെ കുറച്ചും കൂടെ ഇംപ്രൂവ് ആക്കുന്നു അല്ലെങ്കിൽ കുറച്ചും കൂടെ ത്വരിതപ്പെടുത്തുന്നു എന്നൊരു ഫീലിങ്സ് ആർക്കിടയിലുണ്ട്, സാധാരണ ജനങ്ങൾക്കിടയിൽ. These drugs are antidepressants, അതായത് ADHD മരുന്നുകൾ എന്ന് പറയുന്നത് ആന്റിഡിപ്രസൻസ് ആണ്. എയ്ഡ് വെയിറ്റ് ലോസ്, നമ്മുടെ ഭാരം കുറയ്ക്കാൻ നമ്മളെ സഹായിക്കുന്നു. ഇംപ്രൂവ് കോൺഫിഡൻസ്, നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കൂട്ടാനായിട്ട്, നമ്മുടെ ഒരു കോൺഫിഡൻസ് അത് കൂട്ടാനായിട്ട് ഉപയോഗിക്കുന്നതാണ്. ആൻഡ് ക്യാൻ ബി അബ്യൂസ് ബൈ സ്റ്റുഡൻസ് സീക്കിംഗ് ടു ഇംപ്രൂവ് ദർ ഫോക്കസ് ഓർ അക്കാഡമിക് പെർഫോമൻസ്. അതായത് ഇതിന് ഇങ്ങനെയൊക്കെ കുറച്ച് ഗുണങ്ങളുണ്ട്. ആന്റിഡിപ്രസൻസ് ആണ്, വെയിറ്റ് ലോസിന് സഹായിക്കുന്നു, ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സഹായിക്കുന്നു, നമ്മുടെ കോൺഫിഡൻസ് കൂട്ടുന്നു. ഈ കാരണങ്ങൾ കൊണ്ട് പഠിക്കുന്ന കുട്ടികൾ അവരുടെ അക്കാഡമിക് പെർഫോമൻസ് കൂട്ടുന്നതിന് വേണ്ടി എന്ത് ചെയ്യാം, ADHD മരുന്നുകൾ ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. സോ അതുകൊണ്ട് more works need to be done. നമ്മൾ ഒരുപാട് വർക്കുകൾ ഇനി ചെയ്യേണ്ടതായിട്ടിരിക്കുന്നു. എന്തിന്? ബിഫോർ വി ക്യാൻ സെറ്റിൽ ദ ക്വസ്റ്റ്യൻസ് സറൗണ്ടിങ് ദ ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് ADHD. അപ്പം ADHD നമ്മൾ എങ്ങനെയാണ് ഒരു സ്വഭാവ പാറ്റേൺ വെച്ചാണ് കണ്ടുപിടിക്കുന്നത്, നമ്മൾ നേരത്തെ പാരഗ്രാഫുകൾ വായിച്ചിട്ടുണ്ട്. അപ്പം അതിനായിട്ട് നമ്മൾ കുറച്ച് ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അപ്പം ADHD നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നുള്ള ചോദ്യങ്ങളും അതിന്റെ ട്രീറ്റ്മെന്റും, ആ രണ്ട് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, വി ഹാവ് ടു ഹാവ് സം വർക്ക്. നമ്മൾ കുറച്ചുകൂടി വർക്ക് ചെയ്യണം, കുറച്ചുകൂടി ആ കാര്യങ്ങളിൽ വ്യക്തത കൊണ്ടുവരണം. അതിന് നമ്മൾ കുറച്ചും കൂടെ പഠനങ്ങൾ നടത്തേണ്ടതായിട്ടുണ്ട്. ക്ലിയർ? അപ്പം നമുക്ക് ചോദ്യം ഒന്നുകൂടെ വായിക്കാം. വാട്ട് ഡസ് ഡോക്ടർ സോൾ ഒബ്ജെക്ട് ടു? ഇവിടെ ഇപ്പൊ സോൾ എന്തിനെയാണ് എതിർക്കുന്നത്? ഓപ്ഷൻ എ നമുക്ക് നോക്കാം. A suggestion that people need stimulants to pop up with everyday life. A suggestion, ഒരു അഭിപ്രായം. എന്തിനെ പറ്റിയുള്ള അഭിപ്രായം? That people need stimulants to cope up with everyday life. അതായത് ഈ പറയുന്ന സാധാരണ ജനങ്ങൾ അവരുടെ ജീവിതത്തിലെ ദൈനംദിന പ്രശ്നങ്ങളെ കവർ ചെയ്യാനായിട്ട് എന്തുപയോഗിക്കുന്നു? ഈ സ്റ്റിമുലൻസ് ഉപയോഗിക്കുന്നു. അതിനെ ആണ് അയാൾ എതിർക്കുന്നത്. അപ്പം ഈ സാധാരണ ജനങ്ങൾ സ്റ്റിമുലൻസ് ഉപയോഗിക്കുന്നവർ ഇവിടെ എങ്ങനെ പറയുന്നത്? പേഷ്യൻസ് മാത്രമാണ് സ്റ്റിമുലൻസ് ഉപയോഗിക്കുന്നത്. തന്നെയല്ല അതിനെ എതിർക്കുന്നതായിട്ട് നമുക്ക് ഇവിടെ എവിടെ വായിച്ചാലും മനസ്സിലാക്കാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? എ എന്ന് പറയുന്ന ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യും. പോയിട്ട് ബി, ദ ഇംപ്ലിക്കേഷൻ ദാറ്റ് എവ്രിവൺ ഹാസ് സം സിംപ്റ്റംസ് ഓഫ് ADHD. ദ ഇംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ കൺക്ലൂഷൻ, അതായത് എല്ലാവർക്കും ഒരു കൺക്ലൂഷൻ, ഒരു തീരുമാനം. എന്തിനെ പറ്റിയുള്ള? ഹാസ് സം സിംപ്റ്റംസ് ഓഫ് ADHD. ADHDയുടെ കുറച്ച് സിംപ്റ്റംസിൽ അവർക്കുള്ള ഒരു നിഗമനം. അപ്പം ADHD സിംപ്റ്റംസിനെ പറ്റി പറയുന്നുണ്ട്. ഇവിടെ ADHDക്ക് കൊടുക്കുന്ന മരുന്നുകളെ പറ്റി പറയുന്നുണ്ട്, ഒപ്പോയിഡ്സിനെ പറ്റി പറയുന്നുണ്ട്, ADHD മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ ശരീരത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളെ പറ്റി പറയുന്നുണ്ട്. ഇതിനൊക്കെ അപ്പുറത്തേക്ക് അതിന്റെ സിംപ്റ്റംസിനെ പറ്റി എങ്ങും പറയാത്തത് കൊണ്ട് ബി എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ എലിമിനേറ്റ് ചെയ്തു. അപ്പം എയും ബിയും നമ്മൾ എലിമിനേറ്റ് ചെയ്തു. ഇനിയുള്ളത് സിയും ഡിയും. ദ ഗ്രൂപ്പിംഗ് ഓഫ് ഇംപ്രിസൈസ് സിംപ്റ്റംസ് into a mental disorder. Imprecise എന്ന് പറഞ്ഞാൽ അവ്യക്തമായ. The grouping of imprecise symptoms, അവ്യക്തമായ ലക്ഷണങ്ങളെ എന്ത് ചെയ്യുന്നു? ഒരു ഗ്രൂപ്പ് ചെയ്യുന്നു. എന്തായിട്ട്? മെന്റൽ ഡിസോർഡർ ആയിട്ട് ഗ്രൂപ്പ് ചെയ്യുന്നതിനെ പുള്ളിക്കാരൻ എതിർക്കുന്നു. അപ്പം ഇവിടെ ഇദ്ദേഹം ലാസ്റ്റ് സെൻസിൽ പറയുന്നത്, സോ more works needs to be done before we can settle the questions surrounding the diagnosis and treatment of ADHD. ADHDയുടെ ഡയഗ്നോസിസ് അതിന്റെ ട്രീറ്റ്മെന്റിൽ നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതായത് ADHD ആണോ എന്ന് തിരിച്ചറിയാനാണ് നമ്മൾ കുറച്ച് ചോദ്യങ്ങൾ, ക്വസ്റ്റ്യനറീസ് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ചോദ്യവലിയെ നമുക്ക് റീവർക്ക് ചെയ്യണം എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? പുള്ളിക്കാരൻ അതിനോട് സമവായ്പില്ല എന്നുള്ളതാണ്. പുള്ളിക്കാരന്
ഇപ്പൊ നിലവിലുള്ള ചോദ്യങ്ങളെ എതിർക്കുന്നു, അല്ലെങ്കിൽ നിലവിലുള്ള ഡയഗ്നോസിസ് രീതിയെ പുള്ളിക്കാരൻ എതിർക്കുന്നു എന്നാണ്. അപ്പൊ അങ്ങനെ വരുമ്പം ദ ഗ്രൂപ്പിംഗ് ഓഫ് ഇംപ്രിസൈസ്, അവ്യക്തമായ സിംറ്റംസിനെ പിടിച്ച് മെന്റൽ ഡിസോർഡർ ആണെന്ന് നമ്മൾ പറയുകയും അത് സമൂഹത്തിൽ വലിയ നാശം വിതയ്ക്കുകയും ചെയ്യുന്നുള്ളത് കൊണ്ട് അദ്ദേഹം അതിനെ ആയിരിക്കാം എതിർക്കുന്നത്. നമുക്ക് സി എന്ത് ചെയ്യാം, ക്വയറി ആയിട്ട് നിർത്തിയിട്ട് ഡിയിലേക്ക് പോകാം. ദ ട്രീറ്റ്മെന്റ് ഓഫ് ADHD സജസ്റ്റഡ് ബൈ ഡോക്ടർ ബർക്ക്ഹേർലി. ബർക്ക്ഹേർലി നിർദ്ദേശിച്ച ADHD ട്രീറ്റ്മെന്റിനെ, ബർക്ക്ഹേർലിയുടെ ട്രീറ്റ്മെന്റിനെ പറ്റി പാരഗ്രാഫിൽ എങ്ങും പറയുന്നില്ല. അതിനെ അദ്ദേഹം എതിർക്കുന്നതായിട്ടും പറയുന്നില്ല. അപ്പൊ നമ്മുടെ ആൻസർ ഏതാണ്? സി, ദ ഗ്രൂപ്പിംഗ് ഓഫ് ഇംപ്രിസൈസ് സിംപ്റ്റംസ് ഇൻടു എ മെന്റൽ ഡിസോർഡർ. അതായത് അവ്യക്തമായ കുറച്ച് ലക്ഷണങ്ങൾ, അതായത് അവ്യക്തമായ കുറെ ചോദ്യങ്ങൾ ചോദിക്കുന്നു, അതിന് കിട്ടുന്ന കുറെ അവ്യക്തമായ ലക്ഷണങ്ങൾ വെച്ചിട്ട് ഒരു അസുഖത്തെ നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്ന രീതിയാണ് അദ്ദേഹം ഇവിടെ എതിർക്കുന്നത്. Is it clear? If you have any confusions, please contact us. Thank you.